അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഒരു പ്രവാസിയായ ഒരു സഹോദരൻ തന്റെ കാല് നഷ്ടപ്പെട്ട് ഇന്ന് മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് കരുണ തേടി കാരുണ്യം തേടി വന്നിരിക്കുകയാണ്. കൊടക് ജില്ലയിലെ കവടക്കേരി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന അന്തായി ഇന്ന് പ്രതീക്ഷയോടുകൂടി തന്റെ ഭാര്യയെയും കൂട്ടി തന്റെ ജീവന് വേണ്ടി കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ച നിസ്സഹായമായ വല്ലാത്തൊരു പ്രയാസം നിറഞ്ഞ കാഴ്ച. ഇത് കാണുന്ന എന്റെ നന്മയാർന്ന ഒരാളും തന്നെ തട്ടിമാറ്റിക്കളയരുത്. കാരണം ഒരു പ്രവാസിയായി ജീവിതം തുടങ്ങിയ ഈ സഹോദരൻ ഇന്ന് നാട്ടില് തിരിച്ചു വന്ന് ഇവിടെ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ കാലിലേക്ക് പോകുന്ന രക്തധമനികൾ ബ്ലോക്കായി കാല് മുറിക്കപ്പെട്ട ഒരവസ്ഥയില് ഇന്ന് തന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇന്ന് ചികിത്സിക്കാൻ ഒരു രൂപ പോലും തന്റെ കുടുംബത്തിലില്ല എന്ന സത്യം മനസ്സിലാക്കി കണ്ണീരോടുകൂടി ഇന്ന് ഈ കാരുണ്യ മനസ്സുകൾക്ക് മുന്നിൽ സഹായം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവാസിയായ ഈ സഹോദരനെ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് എല്ലാം കൊടുത്ത ഈ സഹോദരനെ ചേർത്ത് പിടിക്കാൻ നമ്മളല്ലാതെ ആരും തന്നെ ഇല്ല. പ്രിയമുള്ളവരെ, ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സഹോദരനാണ്. പെട്ടെന്ന് കുഴഞ്ഞു വീണ സമയത്ത് മൈസൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്താണ് അറിയുന്നത് രക്തം, കാലിലേക്ക് പോകുന്ന രക്തം സ്ട്രോക്കായി എന്നുള്ളത്. അതേ തുടർന്ന് എത്രയും പെട്ടെന്ന് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാര് നിർദ്ദേശിച്ചപ്പോൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ നടത്തി ഒരു കാല് നഷ്ടപ്പെട്ട് ഇന്ന് ചികിത്സ മുന്നോട്ട് പോയി അവിടെ ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ ഏകദേശം 15 ലക്ഷം രൂപയോളം ഉണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞത് വെറും 9 ലക്ഷം രൂപ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഒരു 100 രൂപയെങ്കിലും ഈ സഹോദരിക്ക് വേണ്ടി, ഈ പിതാവിന് വേണ്ടി, ഈ പ്രവാസിക്ക് വേണ്ടി നൽകിയാൽ നമുക്ക് ആ സഹോദരനെ ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം നൽകാൻ കഴിയും. ഒരു കാല് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെയൊക്കെ കരുണ വേണം, കാരുണ്യം വേണം. അസ്സലാമു അലൈക്കും.